വെൽക്കം ബാക്ക് ടു വെജ് വാലറ്റ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമുക്ക് കമൻ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇനിയുള്ള ദിവസം കൊണ്ട് പഠിച്ച് തീരുമോ, ഇതുവരെ ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇനി പഠിച്ച് തീരുമോ, ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ ഒക്കെ നോക്കി തീരുമോ, അങ്ങനെ ഭയങ്കര ടെൻഷനിലുള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് ആ കമൻറ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മെസ്സേജ് വായിക്കുമ്പോൾ തന്നെ അവരുടെ ടെൻഷൻ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഇനിയും പഠിക്കാൻ തുടങ്ങാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്ത് ഞാൻ ചെയ്യണം, എവിടെ വെച്ച് തുടങ്ങണം, ഏത് ചാപ്റ്റർ ഞാൻ തുടങ്ങണം, ഏതൊക്കെ സബ്ജക്റ്റ് ഞാൻ തുടങ്ങണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി പഠിക്കാൻ തുടങ്ങണോ, ഇനി എക്സാം ടൈമിൽ പഠിച്ചാൽ മതിയോ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആവും. സോ നമുക്ക് ഒരു മാക്സിമം ഞാൻ പറയുകയാണെങ്കിൽ ഒരൊറ്റ മാസം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ളൂ. കാരണം മാർച്ച് 15 തൊട്ടിട്ട് അങ്ങനെ മോഡൽ എക്സാം വരും, അത് കഴിഞ്ഞാൽ പബ്ലിക് എക്സാം ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഇനിയുള്ളത് കറക്റ്റ് പറഞ്ഞാൽ ഒരു മാസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, ആ ഒരൊറ്റ മാസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് നിങ്ങൾക്ക് ഡിഗ്രിക്കാണെങ്കിലും എഞ്ചിനീയറിങ്ങിനാണെങ്കിലും മെഡിക്കലാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അത് നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലിയോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോളേജുകളോ ഒന്നും കിട്ടില്ല. നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് എല്ലാ സ്ഥലങ്ങളിലും. എല്ലായിടത്തും നന്നായി പഠിക്കുന്ന കുട്ടികളാണ്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് എല്ലാവരും. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. സീറ്റ് കിട്ടാനും നമുക്ക് ആഗ്രഹിച്ച ജോലി കിട്ടാനൊക്കെ അത്രയും കോമ്പറ്റീഷനുള്ളൊരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയുള്ള ഒരു മാസം, ഇതുവരെ നിങ്ങളിപ്പോൾ +1 പോട്ടെ, ഇതുവരെ പഠിച്ചിട്ടില്ല, അതൊക്കെ നിങ്ങൾ കയ്യിൽ നിന്ന് വിടുക. ഇനിയുള്ള മാസം മതി. കാരണം ഞാനിത് പറയാൻ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ പറഞ്ഞാൽ മതി, വലിയ സുഖമാണ്, പഠിക്കാനാണ് ബുദ്ധിമുട്ടെന്ന്. പക്ഷെ ഞാനിത് ഇത്രയും കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ അങ്ങനെ പഠിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. അല്ലാതെ എല്ലാ ദിവസവും കറക്റ്റായിട്ട് പഠിച്ചു പോയെന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല ഞാൻ ചെയ്തിരുന്നൊരു കാര്യം ഇതാണ്. എനിക്ക് ലാസ്റ്റ് ആ എക്സാം അടുക്കുമ്പോഴാണ് ശരിക്കും പഠിക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത വരിക. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ലാസ്റ്റത്തെ ഒരു മാസമാണ് ശരിക്കും നമുക്ക്, ആ ഒരു മാസം തന്നെ മതി ശരിക്കും പറഞ്ഞത്. കാരണം ആ ഒരു മാസം നമ്മൾ പഠിച്ചത് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. കുറേ 2 മാസം മുമ്പ് പഠിച്ചത് നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും എല്ലാവർക്കും ഇത് സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഹാർഡ് വർക്കിൻ്റെ ഒപ്പം സ്മാർട്ട് വർക്കും കൂടി നിങ്ങൾക്ക് വേണം. കുറേ ഇരുന്ന് പഠിക്കുക, രാവിലെ പഠിക്കുക, വൈകിട്ട് പഠിക്കുക, ഉച്ചയ്ക്ക് പഠിക്കുക, ഇങ്ങനെ പഠിച്ചു പോയിട്ടും കാര്യമില്ല. അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് സ്മാർട്ടായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ആ റിസൾട്ട് കിട്ടാതെ എവിടെയും പോവില്ല. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, എനിക്ക് പഠിക്കണം, അല്ലാതെ ഫോണിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ വെറുതെ സമയം വേസ്റ്റ് ചെയ്ത് TV കണ്ട് ഫോണിൽ കളിച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം, നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു മാസം ഇതുവരെ പോയതൊക്കെ പോട്ടെ, ഇനി പഠിക്കാൻ തുടങ്ങാത്ത കുട്ടികളുണ്ടെങ്കിൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഓക്കെ, സോ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിലും ഇനി പഠിക്കാൻ തുടങ്ങും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, യൂട്ടിലൈസ് യുവർ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ വെറുതെ ഒരു കീവേഡ് ചെയ്ത് വെച്ചേക്കല്ല, എനിക്കത് നിങ്ങൾക്ക് ഇത്രയും പോയിന്റുകൾ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പഠിക്കാൻ തുടങ്ങി, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടു, ഞാൻ പഠിക്കാം നിങ്ങൾ ഉറപ്പിച്ചു. പക്ഷേ നിങ്ങൾ നാളെ ആവട്ടെ അല്ലെങ്കിൽ മറ്റന്നാളാവട്ടെ, ഇനി ആ ഞായറാഴ്ച തൊട്ട് തുടങ്ങാം, അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ എണീക്കുക, ബുക്ക് എടുക്കുക, ഗൈഡുകൾ നോക്കുക, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഏതാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റുകൾ വേഗം അതിൻ്റെ നോട്ട്ബുക്കും അതിൻ്റെ ഗൈഡുകളും എവിടുന്ന് നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റുന്നോ അതൊക്കെ വാങ്ങുക. കയ്യിലുണ്ടെങ്കിൽ അത് വാങ്ങുക, അതിൽ നോട്ടുകളുണ്ടോ അതൊക്കെ നിങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. പഠിക്കാനുള്ള ബുക്സുകൾ നിങ്ങൾക്കുണ്ടോ, ഏതെങ്കിലും മിസ്സിങ് ആണോ? അല്ലാതെ നിങ്ങൾ അടുത്ത ഞായറാഴ്ച പഠിക്കാമെന്ന് തീരുമാനിച്ച് ആ ഞായറാഴ്ച ആകുമ്പോഴേക്കും പല ബുക്കുകളില്ല, അപ്പോൾ അയ്യോ അത് നാളെ ആവട്ടെ, അങ്ങനെ നാളെ വേണ്ട, അതങ്ങനെ എക്സാമിന് തലേ ദിവസം വരെ പോവും. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഉറപ്പിക്കുക, പഠിക്കണം. നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കും. എനിക്ക് ഇനിയും നല്ലൊരു അഡ്മിഷൻ കിട്ടണം, നല്ലൊരു കോളേജിൽ എനിക്ക് നല്ലൊരു ജോബ് എനിക്ക് വേണം, എൻ്റെ ഡ്രീം എനിക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴത്തെ കടമ പഠനം മാത്രമാണ് അല്ലേ. അപ്പോൾ ആ പഠനം നിങ്ങൾ നന്നായിട്ട് പൂർത്തീകരിക്കുക. +2 എന്ന് പറഞ്ഞാൽ അത്രയും ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് നിങ്ങൾക്കൊരു വലിയൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് എത്തണം എന്നുണ്ടെങ്കിൽ, അതിലേക്ക് നിങ്ങൾക്ക് ചേരണം എന്നുണ്ടെങ്കിൽ +2 വളരെ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. അതിൽ മാർക്കും വളരെ പ്രധാനമാണ്.
പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളിപ്പോൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങുക. ഇപ്പം തന്നെ ബുക്ക് എടുക്കുക. വിത്തിൻ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ അങ്ങനെ തുടങ്ങുക, വീഡിയോസ് കാണുക, നോട്ട് ചെയ്താൽ പഠിക്കാനാണ് സ്റ്റാർട്ട് ചെയ്യുക. നാളെ എന്നുള്ളൊരു പോയിന്റ് നമുക്കില്ല. അതേ സമയം തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, നോട്ട്ബുക്ക് എടുക്കുക. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുക, അതിലൊരു ചാപ്റ്റർ പഠിക്കുക. ഓക്കെ, ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചിരിക്കും നിങ്ങൾ ഉറപ്പിക്കുക. അല്ലാതെ ഒരു 2 ടോപ്പിക്ക് പഠിക്കുമ്പോഴേക്കും മതി, അങ്ങനെയല്ല. അപ്പോൾ അത് എങ്ങനെ പഠിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്തത് പ്ലാൻ എ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഒരു ദിവസം ഞാൻ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ സമയം എനിക്ക് പഠിക്കാൻ എടുക്കണം, അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലാതെ ഏതെങ്കിലും സമയം എടുക്കുക, ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക, അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ പഠിച്ച് തീരുമോ എന്നുള്ള ഡൗട്ടാവും, ടെൻഷനാവും. അപ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ട് പഠിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ടൊരു ടൈം ടേബിളും ഒരു ഡേയിൽ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അതിനായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ, അതൊരു ആദ്യത്തെ ഒരു 10 ദിവസം നിങ്ങൾ അറേഞ്ച് ചെയ്യുക. 10 ദിവസം രാവിലെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഇപ്പോൾ +2 ക്ലാസ്സുകളുണ്ട്, ലാബുകളുണ്ട്, റെക്കോർഡുകൾ ഇതിനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, രാവിലെ എന്തായാലും ഒരു 1-1.5 മണിക്കൂർ പഠിക്കാൻ കൊടുത്തിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് വേറെ സമയമില്ല. സമയം കിട്ടുന്നില്ല, കുറേ നോട്ട് എഴുതാനുണ്ടെന്ന് പറയുന്ന ആൾക്കാർ, അത് പഠിക്കുന്ന കുട്ടികളും ഇല്ല. നിങ്ങൾ ചിന്തിച്ചിരിക്കും, നിങ്ങൾക്കിപ്പോൾ സമയം കിട്ടുന്നില്ല നിങ്ങൾ പറയുന്നു, അപ്പോൾ പഠിച്ചെടുക്കുന്ന കുട്ടികൾ എത്ര പേര് നിങ്ങൾക്ക് ചുറ്റും, നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ടോപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ പഠിച്ചെടുക്കുന്നത് എങ്ങനെ, അവർക്ക് വേറെ എക്സ്ട്രാ ടൈമൊന്നുമില്ല, അവർ സമയം കണ്ടെത്തുകയാണ്. അതേപോലെ നിങ്ങളും ഇതേപോലെ തന്നെയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് ആദ്യത്തെ ഒരു 10 ദിവസം ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഞാൻ ഇത്ര സബ്ജക്റ്റുകൾ പഠിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസം രാവിലെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ക്ലാസ് കാണാനൊക്കെ വേണ്ടി മാറ്റി വയ്ക്കാം. ബാക്കി 1 മണിക്കൂർ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഉറപ്പിക്കുക, ഞാനൊരു 5:30 എണീക്കും, കുറച്ച് നേരത്തെ എണീറ്റ് 5:30 തൊട്ടിട്ട് ഒരു 7 മണി വരെ ഞാൻ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ആ പഠിപ്പ് കഴിഞ്ഞിട്ട് ബാക്കി എന്തിനും നിങ്ങൾ ബാക്കി സമയം കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ രാത്രി കെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പിക്കുക, നാളെ എനിക്ക് രാവിലെ ഇത്ര ചാപ്റ്റർ അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കുമ്പോൾ ടൈമൊക്കെ വെച്ച് വേഗം രാവിലെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൈമാണ്, നിങ്ങൾക്ക് വേഗം തലയിലിരിക്കും. ഓക്കെ, അടുത്തത് നിങ്ങൾക്കൊരു എയിം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പാസ്സായി പോകണം എന്നല്ല, എനിക്ക് ഫുൾ A+ വേണം, അല്ലെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് വേണം, ഞാൻ എന്തായാലും ഈ വരുന്ന പരീക്ഷയിൽ ഞാൻ പാസ്സാവും, അങ്ങനെ ഒരു എയിം നിങ്ങൾ വെക്കുക. അതേപോലെ എനിക്ക് ഇങ്ങനെ ഒരു ജോലി എനിക്ക് നേടണം, എനിക്കൊരു എഞ്ചിനീയർ ആവണം, എനിക്കൊരു ഡോക്ടർ ആവണം, എനിക്കൊരു ടീച്ചർ ആവണം, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾക്ക് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു എയിം നിങ്ങൾക്ക് വേണം. വെറുതെ ഒരു ഒഴുക്കിൻ്റെ കൂടെ പോവാതെ ഒരു ലക്ഷ്യം നിങ്ങൾ വെക്കുക. കാരണം +2 ആണ്, ഇത് നിങ്ങൾക്കൊരു ടേണിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ലക്ഷ്യം നിങ്ങൾക്ക് മസ്റ്റായിട്ടുണ്ടാവണം. ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ചാൽ തലേ കയറില്ല, നിങ്ങൾക്ക് പഠിക്കാനും തോന്നില്ല. അപ്പം അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യം, ഒരു ഡ്രീം, ഒരു സ്വപ്നം നിങ്ങൾക്ക് വേണം. ആ സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1 മാസം ഉറങ്ങാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല. അതായത് നിങ്ങൾ പഠനത്തിൽ തന്നെയായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ടൈം ലിമിറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പാഠം പഠിക്കാൻ ടൈം ഫിക്സ് ചെയ്ത് കൊടുക്കുക. ടൈം ടേബിൾ ഇടുമ്പോൾ ഒരു ചാപ്റ്റർ ഉച്ചവരെ ഒരു ചാപ്റ്റർ, അങ്ങനല്ല 2 മണിക്കൂർ 1.5 മണിക്കൂർ ഒരു ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കുന്നു. ആ ചാപ്റ്റർ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു അത്രയും പഠിക്കുക. അല്ലാതെ ഈ 1 മണിക്കൂർ കൊണ്ട് പഠിച്ച് തീരില്ലല്ലോ, 1.5 മണിക്കൂറൊന്നും പോരാ എന്നുള്ള ഒരു മൈൻഡോടെ ഇരിക്കാതെ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ 2 മണിക്കൂർ ഇട്ട് ഇപ്പോൾ ഒരു 5:30 to 7:30 അങ്ങനെ സമയം നിങ്ങൾ രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2 മണിക്കൂർ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാൻ ഓരോ ചാപ്റ്റർ വെച്ച് പഠിക്കേണ്ട സമയമാണിത്. അതായത് 2-3 മാസം നമ്മുടെ മുമ്പിലില്ല. നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ അവസാനിപ്പിച്ചിരിക്കണം. രാവിലെ ഒരു ചാപ്റ്റർ പഠിക്കുന്നു, രാത്രി ഏതെങ്കിലും ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കണ്ട് അങ്ങനെ ഡെയിലി നിങ്ങളൊരു 2 ചാപ്റ്റേഴ്സ് വെച്ച് നിങ്ങൾ പഠിച്ചു പോവുക. ഓരോന്നിനും 2 മണിക്കൂർ വെച്ച് കൊടുത്തു. ഓക്കെ, അതേപോലെ നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ്, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. കാരണം 1 മാസം കൊണ്ട് നമ്മൾ പഠിക്കുന്നതാണ്, നാളെ അല്ല എക്സാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പഠിക്കുന്നതൊക്കെ എന്ത് ചെയ്യുക, ചെറിയ പോയിൻ്റ് ആക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട്സ് ആക്കി ചെയ്താൽ, ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ട്, എക്സാം തലേദിവസം ഇക്വേഷൻസ് എഴുതി വെക്കാവുന്ന സമയമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇക്വേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നീറ്റായിട്ട് ഇക്വേഷൻസ് ഒക്കെ 1 by 1 എഴുതുന്നു, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നു, നോട്ട് ചെയ്ത് വെക്കുന്നു, നിങ്ങൾ കാണുന്ന രീതിയിൽ അത് വെക്കുക. ഇപ്പോൾ മാത്സിലൊക്കെ ആണെങ്കിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വലിയൊരു ബുക്കിൽ അല്ലെങ്കിൽ ഇതിലൊരു A4 ഷീറ്റിൽ എഴുതി നിങ്ങൾ റൂമിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ ടേബിൾ വലിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് നോക്കും, അപ്പോൾ നിങ്ങളത് മനസ്സിൽ കയറും. അപ്പോൾ അങ്ങനെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഷോർട്ട് നോട്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണം. വെറുതെ ഇങ്ങനെ കുറേ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കാതെ, വായിച്ച് നിങ്ങൾ ഒരു പാരഗ്രാഫ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളത് ചെറിയൊരു നോട്ടാക്കി എഴുതിയിരിക്കുക. വേറെ കുറേ essay ആക്കി സമയം കളയണം എന്നല്ല കേട്ടോ.
അടുത്തത് റിലാക്സ് ആൻഡ് ബ്രേക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ സ്മാർട്ട് വർക്കൊക്കെ അതിലാണ് വരുന്നത്. അതായത് നിങ്ങൾ കുറേ മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ഇങ്ങനെ പഠിച്ചു പോവാതെ 2 മണിക്കൂറിനിടയിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഇരുന്ന് പഠിച്ചാൽ പിന്നെ ഒന്ന് നടന്ന് പഠിക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് എന്തെങ്കിലും വെള്ളം കുടിക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. അപ്പോൾ ശരി ഞാനൊക്കെ നിങ്ങൾക്ക് കുറേ സമയം ഉണ്ടാവും. അപ്പോൾ അത് ഫുൾ ടൈം ഇരുന്ന് ഒരേ എടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് വേറെ വല്ല അസുഖങ്ങൾ വരും. അപ്പോൾ നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, റിലാക്സ് ചെയ്ത് പഠിക്കുക. നിങ്ങളിപ്പോൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഒരു ദിവസത്തെ പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടൈം ടേബിൾ ഒന്നുമില്ല, ഏതോ ചാപ്റ്റർ എടുത്ത് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ടെൻഷൻ, അയ്യോ കുറേ ഉണ്ടല്ലോ ഇനി പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് പ്രകാരം പഠിച്ചാലൊക്കെ സെറ്റാണ്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, കൂളായിട്ട് പഠിക്കാനും പറ്റും. ഓക്കെ, ദെൻ നോ മോർ ഇൻട്രപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ അത്യാവശ്യമാണ് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് സൈലൻറ്റിൽ ഇടുക, അല്ലെങ്കിൽ ഒന്ന് എയറോപ്ലെയിൻ മോഡിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സ്വിച്ച് ഓഫാ ഒന്നാക്കിയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഇൻട്രപ്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റുക. കൂളായിട്ടുള്ള ഒരു ഏരിയയിൽ, ഒരു റൂമിലോ അല്ലെങ്കിൽ പുറത്താ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഏരിയ, നല്ല തുറസായ സ്ഥലത്ത് നിങ്ങൾക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ല, ടി വിയുടെ ശബ്ദമോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലായാലും സംസാരിക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ ഫോണിൻ്റെ സൈലൻ അങ്ങനെ എന്തെങ്കിലും ശബ്ദമൊക്കെ നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റുക, നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓഫാക്കി വെക്കുക. അങ്ങനെ മാക്സിമം നിങ്ങൾ ഇൻട്രപ്ഷൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ മാറ്റി പഠിക്കാൻ വേണ്ടി ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകും, ഉറപ്പാണ് ഡീവിയേറ്റ് ചെയ്ത് പോകും. പിന്നെ കമ്പൈൻ സ്റ്റഡി ഉണ്ട്. നിങ്ങളിപ്പോൾ കുറേ കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഇൻ്റർവെല്ലോ എന്തെങ്കിലും ടൈം ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ കമ്പൈൻ സ്റ്റഡി നടത്തുക. നിങ്ങൾ പഠിച്ചതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾ പഠിച്ചത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളും ഒപ്പം പഠിക്കുകയാണ്, അവരും പഠിക്കുകയാണ്. അപ്പം നിങ്ങൾക്കത് പക്കാ ക്ലിയർ ആക്കാനുള്ള ഒരു വഴിയാണത്. ഞാൻ പഠിച്ചത് എനിക്ക് കിട്ടുന്നുണ്ട്, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്നുകൂടി നിങ്ങൾ മനസ്സിലിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കമ്പൈൻ സ്റ്റഡി വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വേക്കപ്പ്, നിങ്ങൾ നേരത്തെ എണീക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നേരത്തെ എണീച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടും. രാത്രി ഒരു 11 മണി 11:30 വരെയൊക്കെ പഠിക്കാതെ കഴിഞ്ഞിട്ട് ഉറങ്ങുക. ഒരു 6 മണി പോട്ടെ, ഒരു 5 മണിക്കേക്ക് നിങ്ങൾ എണീക്കുക. 5 മണി 5:30 ഉറപ്പായിട്ട് അങ്ങനെ എണീക്കണം. കാരണം ഒരു മാസമല്ലേ കഷ്ടപ്പെടേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടൈം സെറ്റ് ചെയ്ത് അലാറമൊക്കെ വെച്ച് എന്തായാലും ഒരു 5 മണി 5:30 കൂടി എണീക്കുക. അങ്ങനെയൊക്കെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് പറ്റും. ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എനിക്ക് ഒട്ടും എണീക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത്, എന്തായാലും എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, ഒരു 7 മണിയൊക്കെ, ഒരു 6:30 7 മണി ആവും ഞാൻ പഠിക്കുമ്പോൾ. അപ്പോൾ അത് ശരിയാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ ഒരു 1 മണി 1:30 2 മണി വരെയൊക്കെ ഇരുന്ന് അത് കംപ്ലീറ്റ് ആയി എന്ന് കണ്ടാൽ ഞാൻ സുഖമായിട്ട് നല്ല കൂളായിട്ട് കിടന്നുറങ്ങി രാവിലെ എണീക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തുക, അതുപോലെ കുറേ നോട്ട് ചെയ്തിരിക്കാണ്ട് മാക്സിമം ഒപ്പം പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇതേപോലെ പഠിച്ചാൽ ഒരു കുട്ടികളും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് 1 മാസം കൊണ്ട് നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ആരും ഇത് കേട്ട് മോട്ടിവേറ്റ് ആയി എന്ന് വെച്ചിരിക്കാതെ പഠിക്കാൻ തുടങ്ങുക. ഇപ്പം തന്നെ പഠിക്കാതിരിക്കുക, ബുക്ക് എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ ടെലിഗ്രാമിലോ മെസ്സേജ് അയക്കാം. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.